ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 300 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. പിന്നെ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത് ബോണുള്ളതും ബോണില്ലാത്തതുമായ പീസുകൾ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്. ബോണില്ലാത്ത പീസ് നോക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്താക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബട്ടർ ചിക്കനിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനിൽ മസാല ഒക്കെ പുരട്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1.25 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ നമ്മുടെ സാധാ മുളക് പൊടിയില്ല, അത് ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി മുളക് പൊടി തീരെ എരിവ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ 1.25 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. നല്ല കറിക്ക് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഇഞ്ചിയുടെ ഒരു കഷ്ണം, അതുപോലെ തന്നെ 2 ഉണ്ട വെളുത്തുള്ളിയും മിക്സിയിലിട്ടിട്ട് നല്ല പോലെ അരച്ചെടുത്തുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 2.5 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം നല്ല കട്ടി നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ചിക്കനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല പോലെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ ഈ മസാലപ്പൊടികളും ഒക്കെ കൂടി ചിക്കൻ നല്ല പോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ തൈരും എല്ലാം ഉണ്ടാവില്ലോ, അതൊക്കെ നമ്മുടെ ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും എല്ലാ പീസുകളിലേക്കും ഒരേപോലെ ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 30 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചിക്കൻ പീസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ചിക്കൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഒരു പീസ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ബട്ടർ മെൽറ്റ് ആവട്ടെ. ഈ ബട്ടറിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഏകദേശം ഈ സവാള നല്ല പോലെ വാടി വരണം, അതുവരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സവാള നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ സവാള എല്ലാതും നല്ല പോലെ ബ്രൗൺ ഷെയ്ഡായി വരണം കേട്ടോ. അതുവരെ നമുക്കത് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ ആയി വരണം. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 4 മീഡിയം സൈസ് തക്കാളി ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കുക. ഈ തക്കാളി നല്ല പോലെ വെന്ത് വരണം കേട്ടോ. അപ്പോൾ തക്കാളി നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ ടൈമിൽ ഞാൻ 3 വറ്റൽമുളകില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 15 കാഷ്യൂ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ അണ്ടിപ്പരിപ്പ് ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം 1.5 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഈ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഈ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി.
എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബട്ടർ ചിക്കനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ആറാൻ വെച്ചതിന് ശേഷം നല്ലപോലെ ഫൈനായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ചിക്കൻ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓരോ ചിക്കൻ പീസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പീസോളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കും തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത് അങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ലപോലെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യരുത്, എന്നാൽ ഫ്രൈ ആവും വേണം. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലപോലെ മെൽറ്റായി വരട്ടെ. അപ്പോൾ ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ മുളക് പൊടി ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എരിവുള്ള മുളക് പൊടി ഉണ്ടാവില്ലേ, അത് 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. എരിവിനനുസരിച്ചിട്ട് അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. എന്നിട്ട് അത് മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ മുളക് പൊടി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, സവാളയൊക്കെ വെച്ചിട്ടുള്ള മസാല, അത് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ അരപ്പിലേക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് അരപ്പുണ്ടാവുമല്ലോ, അതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുള്ള ആ ഒരു അരപ്പോട് കൂടിയ വെള്ളമില്ലേ, അതും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൽ കണ്ടോ നല്ല തിക്നെസ് ഉണ്ട് നമ്മുടെ ആ ഗ്രേവിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ തിക്നെസ് ചെറുതായിട്ട് ഇത്രയും തിക്നെസ് വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 1/2 കപ്പോളം വെള്ളം കേട്ടോ, അത്ര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം നേരത്തേക്കാൾ ഒരു തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്. നല്ല കട്ടിയാവാനും പാടില്ല, എന്നാൽ ചെറുതായിട്ട് കട്ടി വേണം തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. എന്നിട്ട് നമുക്ക് ഈ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ, ഇതിന് ശേഷം നമ്മുടെ ഈ ഗ്രേവി നല്ല ചൂടായി വരണം. ഈ ടൈമിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഗ്രേവിയിലത്തെ ഉപ്പിൻ്റെ അളവൊക്കെ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. എന്നിട്ട് കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളതൊക്കെ കറക്റ്റാണ്, നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളില്ലേ, അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഗ്രേവി ആയിട്ട് നല്ല പോലെ ഇത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ബട്ടർ ചിക്കൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കണം അതിൻ്റെ ഗ്രേവി. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിൽക്കണം. കൂടുതൽ ചിക്കൻ പീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ആ ഗ്രേവി കുറവും ചിക്കൻ പീസ് കൂടുതലായി പോരുത്. എപ്പോഴും കണ്ടില്ലേ, ഇത് ഈ ഒരു ഭാഗം എപ്പോഴും ഗ്രേവി ഇച്ചിരി മുന്നിട്ട് നിൽക്കണം ചിക്കൻ പീസിനേക്കാളും. അപ്പോൾ ഇത് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചെറുതായിട്ട് തിളയും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക്
1/2 കപ്പ് ക്രീം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ചിക്കൻ നല്ലപോലെ വെന്തുണ്ട്. ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ തന്നെയാണ്, എന്നാലും ആ ഗ്രേവിയും ചിക്കനും ഒന്ന് കൂടി ചേർന്ന് യോജിച്ച് വരുന്ന വരെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനും ഗ്രേവിയും എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നേരിട്ടതിന് ശേഷം വേണം കേട്ടോ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. എപ്പോഴും കസൂരി മേത്തിയുടെ അളവ് കൂടിപ്പോരുത്, കൂടിപ്പോയാൽ കൈപ്പരസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് നേരിട്ടതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. ഞാനിതൊരു പാത്രത്തിലേക്ക് പകർത്തിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഞാൻ മല്ലിയിലിട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് 1 ടീസ്പൂണോളം ക്രീമും അതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഗാർണിഷിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. കാണാൻ മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലും സിമ്പിളായിട്ട് കുറച്ച് നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് കേട്ടോ. ബട്ടർ ചിക്കൻ്റെ ഒപ്പം കോമ്പിനേഷനായിട്ട് നമുക്ക് ചപ്പാത്തി, റൊട്ടി, അതുപോലെ തന്നെ പൊറോട്ട, ബട്ടർ നാൻ ഇതൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ വേണമെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.